ഒരുവൻ തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്താതെ മുറുകെ പിടിച്ചാൽ അവൻ അതിനെ കളയും. ഒരുവൻ തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ നിത്യജീവനെ കൊയ്യും. തന്നെ അനുഗമിച്ചവരോട് യേശു പറഞ്ഞു, നിങ്ങൾ നിത്യജീവൻ കൊയ്യും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തുന്നവരാണോ, അതോ ഈ ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നവരാണ്? യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയോട് യേശുവിന് പറയാനുള്ളത്, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ആ കഷ്ടതയുടെ ഏറ്റവും മാക്സിമം നിങ്ങളുടെ തലയെടുക്കുന്നതാകാൻ സാധ്യതയുണ്ട്. ലോകം എന്നെ ഉപദ്രവിച്ചു, നിങ്ങളെ ഉപദ്രവിക്കും. എന്നെ ക്രൂശിച്ചെങ്കിൽ നിങ്ങൾക്കും അത് കിട്ടില്ലെന്ന് ആരാണ് പറഞ്ഞത്? അങ്ങനെയൊക്കെ ഇവിടെയുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ നിത്യജീവൻ കൊയ്യും. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ നഷ്ടപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ്. നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ നാം നിത്യജീവൻ കൊയ്യും. യേശു പറഞ്ഞു, ഒരു കർണത്തടിക്കുന്നവന് മറുകർണം കാണിച്ചു കൊടുക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു കർണത്തടിക്കുന്നവനെ തിരിച്ചടിച്ചാൽ അതിൻ്റെ അർത്ഥം നാം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ? മറുകർണം കാണിച്ചു കൊടുത്താൽ അതിൻ്റെ അർത്ഥം നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നാണ്. നിന്റെ വസ്ത്രം എടുത്തു കളയുന്നവന് പുതപ്പ് കൂടി തടുക്കരുത്, വിട്ടുകൊടുക്കണം. നീ ഈ ഭൂമിയിൽ ഒന്നിനെ വിലയേറിയതായി എണ്ണരുത്, വിട്ടുകൊടുക്കണം. നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കണം. യേശു എന്താണ് പറഞ്ഞു വരുന്നത്? നിങ്ങൾ ഈ ഭൂമിയിൽ ദൈവത്തെക്കാൾ അധികമായി, നിത്യതയേക്കാൾ അധികമായി സമ്പത്തിനെ സ്നേഹിക്കരുത്. നശിച്ചു പോകുന്ന യാതൊന്നിൻ്റെയും പുറകെ പോകരുത്. നിങ്ങൾ വിട്ടുകൊടുക്കുന്നവരാകണം, നഷ്ടപ്പെടുത്തുന്നവരാകണം. അങ്ങനെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, എൻ്റെ നാമത്തെ പ്രതി എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കാൻ തുടങ്ങിയാൽ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ നിത്യ ജീവൻ കൊയ്യും. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.